നമസ്കാരം. തലസ്ഥാന നഗരിയുടെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകു നൽകിയ വട്ടിയൂർക്കാവിൽ ഇത്തവണയും LDF തരംഗം ആഞ്ഞടിക്കുന്നു. മേയർ ബ്രോ എന്ന സ്നേഹപ്പേരിൽ മണ്ഡലത്തിലെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ സിറ്റിംഗ് MLA VK പ്രശാന്ത് കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടത്തിയ സമാനതകളില്ലാത്ത വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് വോട്ടർമാരെ സമീപിക്കുന്നത്. സിറ്റിംഗ് MLA VK പ്രശാന്തും മുൻ MLA K മുരളീധരനും നേർക്കുനേർ എത്തുമ്പോൾ മുൻ DGP R ശ്രീലേഖയുടെ സ്ഥാനാർത്ഥിത്വം പോരാട്ടത്തിന് ശക്തി നൽകുന്നു. LDF സ്ഥാനാർത്ഥിയായ VK പ്രശാന്ത് കഴിഞ്ഞ തവണത്തെ മിന്നും വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ മണ്ഡലം നിലനിർത്താനാണ് സാധ്യത. VK പ്രശാന്ത് കളത്തിലിറങ്ങുമ്പോൾ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളും വ്യക്തിപരമായ ജനസാന്നിധ്യവുമാണ് ഇടതുമുന്നണിയുടെ പ്രധാന കരുത്ത്. വട്ടിയൂർക്കാവ് MLA എന്ന നിലയിൽ അടിസ്ഥാന സൗകര്യ വികസനം, വിദ്യാഭ്യാസം, സാമൂഹിക ക്ഷേമം എന്നിവയിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പ്രാദേശിക പ്രശ്നങ്ങൾ ഉടനടി പരിഹരിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയ വഴിയും നേരിട്ടുള്ള ഇടപെടലുകളിലൂടെയും അദ്ദേഹം പൊതുജനങ്ങളുമായി സജീവമായി ഇടപഴകുന്നു. റോഡുകൾ, സ്കൂളുകൾ, കമ്മ്യൂണിറ്റി സെന്ററുകൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളും VK പ്രശാന്തിന്റെ ഭരണപരിചയവും ദീർഘവീക്ഷണമുള്ള സമീപനങ്ങളും വട്ടിയൂർക്കാവിലെ ജനങ്ങൾ നെഞ്ചിലേറ്റി കഴിഞ്ഞു. UDF സ്ഥാനാർത്ഥി K മുരളീധരൻ മണ്ഡലം UDF തിരിച്ചുപിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലും വലിയ ഭൂരിപക്ഷവുമാണ് പ്രതീക്ഷിക്കുന്നത്. പഴയകാല പ്രതാപം തിരിച്ചുപിടിക്കാൻ K മുരളീധരൻ കളത്തിൽ ഇറങ്ങുന്നുണ്ടെങ്കിലും മണ്ഡലത്തിലെ വികസന മുരടിപ്പിന് മറുപടി പറയാൻ UDF വിയർക്കുകയാണ്. BJP സ്ഥാനാർത്ഥിയായ R ശ്രീലേഖ കേരളത്തിലെ ആദ്യ വനിതാ DGP എന്ന ഖാദിയോടെ BJP ടിക്കറ്റിൽ ഇറങ്ങുമ്പോൾ വട്ടിയൂർക്കാവിലെ വോട്ട് നിലയിൽ നിർണായക അട്ടിമറി വിജയം BJP പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയ BJP ഇത്തവണ R ശ്രീലേഖയെ ഇറക്കി ഭാഗ്യം പരീക്ഷിക്കുന്നുണ്ടെങ്കിലും നഗര മനസ്സുകളിൽ അത് വോട്ട് നേടാൻ സാധിക്കില്ലെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. 2021 LDF 61,101 വോട്ടുകളും UDF 35,655 വോട്ടുകളും BJP 39,596 വോട്ടുകളുമാണ് സ്വന്തമാക്കിയത്. അതിൽ LDF 21,515 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. BJPയുടെ VV രാജേഷ് 2ാം സ്ഥാനത്തെത്തി. കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 2026 തിരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനം LDFന് തന്നെ ആയിരിക്കും. എന്നാൽ 2021 തിരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനം BJPക്കും 3ാം സ്ഥാനം UDFനുമായിരുന്നു. ഇത്തവണ ഈ സ്ഥാനങ്ങൾ തമ്മിൽ മാറാനാണ് സാധ്യത. കാരണം കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കരുത്തനായ K മുരളീധരൻ മത്സര രംഗത്ത് വന്നതോടെ BJP സ്ഥാനാർത്ഥി R ശ്രീലേഖയെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. വട്ടിയൂർക്കാവിലെ ഓരോ വോട്ടറും ഇത്തവണ വികസനത്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നതെന്ന് LDF കേന്ദ്രങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. 2021 വൻ ഭൂരിപക്ഷം ഇത്തവണയും മറികടക്കുമെന്നും മണ്ഡലം ചുവപ്പിൽ തന്നെ സുരക്ഷിതമായിരിക്കുമെന്നും ഇടതുമുന്നണി ഉറപ്പിച്ചു പറയുന്നു. വാഗ്ദാനങ്ങൾ പാലിച്ച ഭരണവും ജനങ്ങൾക്കൊപ്പം നിന്ന ജനപ്രതിനിധിയും വട്ടിയൂർക്കാവിന്റെ മനസ്സ് കീഴടക്കി കഴിഞ്ഞു. ഇനി നമുക്ക് കൊച്ചി നിയോജക മണ്ഡലം നോക്കാം. അറബിക്കടലിന്റെ റാണിയായ കൊച്ചി ഇന്ന് വികസനത്തിന്റെ പുതുചരിത്രം കുറിക്കുകയാണ്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ കൊച്ചി കൈവരിച്ചത് സമാനതകളില്ലാത്ത വളർച്ചയാണ്. വികസന തുടർച്ച ലക്ഷ്യമിട്ട് LDF വീണ്ടും ജനവിധി തേടുമ്പോൾ കൊച്ചി മണ്ഡലം ചുവപ്പിന്റെ ഉറച്ച കോട്ടയായി മാറുകയാണ്. കടലോര മേഖലയുടെ സമഗ്രമായ പുരോഗതിയാണ് കൊച്ചിയിൽ LDF സർക്കാരിന്റെ മുഖമുദ്ര. തീരദേശ ഹൈവേയുടെ നിർമ്മാണം മുതൽ കുടിവെള്ള ക്ഷാമം വരെ പരിഹരിക്കാനുള്ള ബൃഹത് പദ്ധതികൾ യാഥാർത്ഥ്യമാക്കി KJ മാക്സി എന്ന ജനകീയ MLA മണ്ഡലത്തിന്റെ മുഖഛായ തന്നെ മാറ്റി. UDFന്റെ കുത്തകയായിരുന്ന പല മേഖലകളും ഇന്ന് ചുവപ്പണിഞ്ഞു കഴിഞ്ഞു. LDF സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ഓരോ വീട്ടിലും എത്തിയത് വോട്ടായി മാറുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് മുന്നണി പ്രവർത്തകർ. വെറും വാഗ്ദാനങ്ങൾ നൽകുന്ന UDFും വിഭജന രാഷ്ട്രീയം കളിക്കുന്ന BJPക്കും ഇവിടെ സ്ഥാനമില്ലെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൂടെ ജനവിധി തെളിയിച്ചതാണ്. കോർപ്പറേറ്റ് താല്പര്യങ്ങളുമായി വരുന്ന 2020 പോലെയുള്ള ഗ്രൂപ്പുകൾ വോട്ട് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അടിസ്ഥാന വർഗത്തിന്റെ പോരാട്ട വീര്യമാണ് കൊച്ചിയുടെ കരുത്ത്. എല്ലാ ജനവിഭാഗങ്ങളും LDFന്റെ വികസന രാഷ്ട്രീയത്തിനൊപ്പമാണ്. 2026 തെരഞ്ഞെടുപ്പിൽ കൊച്ചി നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ KJ മാക്സി CPM ജില്ലാ കമ്മിറ്റി അംഗവും നിലവിലെ സിറ്റിംഗ് MLAയും കൂടിയാണ്. 2016 2021 കൊച്ചിയിൽ നിന്ന് വിജയിച്ച അദ്ദേഹം ഹാട്രിക് വിജയമാണ് ലക്ഷ്യമിടുന്നത്. ഫോർട്ട് കൊച്ചിക്കാരനായ അദ്ദേഹം കൗൺസിലർ എന്ന നിലയിലും മികച്ച പ്രവർത്തന പരിചയമുള്ള നേതാവാണ്.
ചെല്ലാനം കടൽഭിത്തി നിർമ്മാണം, മണ്ഡലത്തിലെ സ്കൂളുകളുടെയും റോഡുകളുടെയും നവീകരണം എന്നിവ ഉയർത്തിക്കാട്ടിയാണ് KJ മാക്സിയുടെ പ്രചരണം. UDF സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസ് നിലവിലെ എറണാകുളം DCC പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ സംഘടനാ രംഗത്തെ മികവും താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമായുള്ള അടുത്ത ബന്ധവുമാണ് UDF ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചി മണ്ഡലം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UDF അദ്ദേഹത്തെ കളത്തിലിറക്കിയത്. എന്നാൽ സിറ്റിംഗ് MLA KJ മാക്സിയുടെ വികസന നേട്ടങ്ങളെ മറികടക്കാൻ ഷിയാസിന് എത്രത്തോളം കഴിയുമെന്നത് പ്രധാനമാണ്. കഴിഞ്ഞ തവണ ടോണി ചമ്മിണിക്കെതിരെ LDF നേടിയ 10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനോ അട്ടിമറിക്കാനോ പുതിയ സ്ഥാനാർത്ഥിയായ മുഹമ്മദ് ഷിയാസിന് സാധിക്കണം. എന്നാൽ KJ മാക്സിയെ തോൽപ്പിക്കുക എന്നത് അദ്ദേഹത്തിന് വലിയൊരു വെല്ലുവിളിയാണ്. മതേതര വോട്ടുകൾ കൂടുതലുള്ള കൊച്ചി മണ്ഡലത്തിൽ 2020 BJPയുമായി സഖ്യമുണ്ടാക്കിയത് അവരുടെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി 47,967 വോട്ടുകളും UDF സ്ഥാനാർത്ഥി 46,881 വോട്ടുകളുമായിരുന്നു നേടിയത്. 1086 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് LDF വിജയിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി KJ മാക്സി 54,632 വോട്ടുകളും UDF സ്ഥാനാർത്ഥി ടോണി ചമ്മിണിക്ക് 40,553 വോട്ടുകളുമാണ് ലഭിച്ചത്. LDF വൻ വിജയം നേടുകയും ഭൂരിപക്ഷം വൻതോതിൽ വർദ്ധിപ്പിക്കുകയും ചെയ്തത് ഈ വർഷമാണ്. 2016 കേവലം 1086 വോട്ടുകൾക്ക് വിജയിച്ച ഈ മണ്ഡലം 2021 14,000-ന് മുകളിൽ ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കാൻ LDFന് സാധിച്ചു. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ വോട്ട് വിഹിതത്തിൽ ഉണ്ടായ ഗണ്യമായ കുറവ് ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൈ നൽകി. ചെല്ലാനത്തെ കടൽഭിത്തി നിർമ്മാണവും തീരദേശ പാക്കേജുകളും വെറും തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളല്ല, മറിച്ച് നടപ്പിലാക്കിയ യാഥാർത്ഥ്യങ്ങളാണെന്ന് വോട്ടർമാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. രാഷ്ട്രീയ പരീക്ഷണങ്ങളുമായി എത്തുന്ന UDFനും NDA സഖ്യത്തിനു മുന്നിൽ തങ്ങളെ ചേർത്തുപിടിച്ച ഭരണ തുടർച്ചയ്ക്കാണ് മണ്ഡലം മുൻഗണന നൽകുന്നത്. KJ മാക്സിയിലൂടെ ഒരു ഹാട്രിക് വിജയം മാത്രമല്ല, മറിച്ച് കഴിഞ്ഞ തവണത്തെ 14,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം ഇത്തവണ ഇരട്ടിയാക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വൈപ്പിൻ മണ്ഡലമാണ്. കടലാക്രമണത്തിന്റെ ഭീതിയില്ലാതെ ശാന്തമായി ഉറങ്ങാൻ വൈപ്പിൻ മണ്ഡലത്തിന് ഇന്ന് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഇടതുപക്ഷ സർക്കാരിന്റെ സംരക്ഷണമുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ വിയർപ്പിന്റെ വിലയറിയുന്ന പ്രസ്ഥാനം വൈപ്പിന്റെ മണ്ണിൽ വേരോട്ടം തുടരുമ്പോൾ വീണ്ടും ചുവപ്പണിയാൻ വൈപ്പിനിലെ ജനങ്ങൾ കാത്തിരിക്കുന്നു. മണ്ഡല രൂപീകരണത്തിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും, അതായത് 2011, 2016, 2021 വർഷങ്ങളിൽ ഇടതുപക്ഷത്തെ മാത്രം വിശ്വസിച്ച ചരിത്രമാണ് വൈപ്പിന്റേത്. ഇത്തവണയും ആ ആധിപത്യം തുടരുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് LDF മുന്നണി. അഡ്വക്കേറ്റ് MB ഷൈനയിലൂടെ മണ്ഡലത്തിൽ വലിയ സാന്നിധ്യമുള്ള ഒരു വനിതാ പ്രതിനിധിയെയാണ് LDF രംഗത്തിറക്കിയിരിക്കുന്നത്. പ്രാദേശികമായ ജനസമ്മതിയും പാർട്ടി കേഡർമാരുടെ സജീവതയും ഷൈനിക്ക് മുൻതൂക്കം നൽകുന്നു. കഴിഞ്ഞ 5 വർഷം KN ഉണ്ണികൃഷ്ണൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളും അതിനു മുൻപ് S ശർമ്മ പടുതുയർത്തിയ അടിത്തറയും ഇടതുപക്ഷത്തിന് വോട്ടായി മാറും. കടൽഭിത്തി നിർമ്മാണം വഴി തീരദേശത്തെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ LDF സർക്കാരിന് സാധിച്ചത് തിരഞ്ഞെടുപ്പിൽ നിർണായകമാകും. കഴിഞ്ഞ തവണ 16,000-ലധികം വോട്ടുകൾ പിടിച്ച 2020 ഇത്തവണയും മത്സര രംഗത്തുണ്ട്. എന്നാൽ അവരുടെ വോട്ടുകൾ ഭിന്നിക്കുന്നത് UDFനാകും കൂടുതൽ ബാധിക്കുക. ടോണി ചമ്മിണിയെ ഇറക്കി മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. എന്നാൽ വികസന വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തുന്ന UDFനെ വൈപ്പിനിലെ പ്രബുദ്ധരായ വോട്ടർമാർ തള്ളിക്കളയുമെന്ന LDFന്റെ ഉറച്ച സംഘടനാ സംവിധാനവും തീരദേശ വികസനത്തിൽ കൈവരിച്ച നേട്ടങ്ങളും MB ഷൈനിയുടെ വ്യക്തിപ്രഭാവവും ചേരുമ്പോൾ ഇത്തവണ ഇടത്തോട്ട് തന്നെ ചായും. 2021 LDF സ്ഥാനാർത്ഥി 53,858 വോട്ടുകളിലൂടെ വിജയിച്ചു. UDF സ്ഥാനാർത്ഥി 45,657 വോട്ടുകളും 2020 സ്ഥാനാർത്ഥി 16,707 വോട്ടുകളുമാണ് നേടിയത്. S ശർമ്മയ്ക്ക് ശേഷം വൈപ്പിൻ മണ്ഡലം നിലനിർത്താൻ LDFന് സാധിച്ചു എന്നത് ഇടതുപക്ഷത്തിന്റെ കരുത്തു തെളിയിക്കുന്നു. UDF ഭരണകാലത്ത് വെറും വാഗ്ദാനങ്ങൾ മാത്രമായിരുന്ന തീരസംരക്ഷണം LDF സർക്കാർ പ്രായോഗികമാക്കി.
കൊച്ചിയിലെ ഭരണപരാജയങ്ങളും ഗ്രൂപ്പ് പോരുകളും ടോണി ചമ്മിണിക്ക് തിരിച്ചടിയാകുമ്പോൾ വികസനവും ജനക്ഷേമവും മുൻനിർത്തി എം ഷൈനിയിലൂടെ വൈപ്പിൻ നിലനിർത്തണമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇടതുപക്ഷം. കൊച്ചി നഗരത്തിൽ നിന്നുള്ള നേതാവ് എന്ന പരിവേഷം വൈപ്പിനിലെ ഗ്രാമീണ വോട്ടർമാർക്കിടയിൽ ടോണി ചമ്മിണിക്ക് തിരിച്ചടിയാകുന്നു. UDFന്റെ ഗ്രൂപ്പ് പോരുകളും 2020യുടെ സാന്നിധ്യവും മണ്ഡലത്തിൽ സൃഷ്ടിച്ച രാഷ്ട്രീയ ചലനങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു തരംഗമായി മാറിയിരിക്കുകയാണ്. ചിട്ടയായ സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ ഓരോ വോട്ടും ഉറപ്പിക്കാൻ LDFന് സാധിച്ചിട്ടുണ്ട്. കടലിനോടും കായലിനോടും പടവെട്ടി ജീവിക്കുന്ന വൈപ്പിന്റെ മക്കൾക്ക് എന്നും തണലായി നിന്നത് ചുവപ്പൻ കൊടികളാണ്. ആ സ്നേഹവും കരുതലും ഇത്തവണയും വോട്ടുപെട്ടിയിൽ പ്രതിഫലിക്കുമെന്ന് ഉറപ്പാണ്.